ഹലോ, സാറോ തോമസ് അല്ലേ? അതെ. ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഈ ഷേർലി നിങ്ങളുടെ ആരാ? അമ്മയാണ്. ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേഷനിലേക്ക് വരണം. ഓക്കെ. ഞങ്ങളിവിടെ വീട്ടിലേക്ക് കൊണ്ടോട്ടെ സാർ? നിങ്ങളുടെ മോള് പറഞ്ഞ കേട്ടല്ലേ, അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചതല്ല പോലീസിന്റെ പണി. പ്രത്യേകിച്ച് സാറൊക്കെ വ്യക്തമായ തീരുമാനമുള്ള സ്ഥിതിക്ക് അവളുടെ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് അല്ലേ സാർ? സേഫ്റ്റി എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ മാത്രം കിട്ടുന്ന കാര്യമല്ലല്ലോ. അതല്ല, നിങ്ങൾ ആ റൈറ്ററിനെ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോ. അതെന്നെ ഇടപാടാ സാറേ. നിങ്ങൾക്ക് മകളോട് റിക്വസ്റ്റ് ചെയ്യാം, ഫോഴ്സ് ചെയ്യാം. എന്നാ ഞാനും ഈ കടലിനെ എന്തായാലും കടലമാന്ന് വിളിക്കുന്നത്? കടലെന്താ സ്ത്രീയാണോ? കടൽ അച്ഛനെന്ന് വിളിച്ചൂടെ? ആണിസം ബാധിച്ചു തുടങ്ങിയല്ലോ. പപ്പ, എന്നെ ഷിപ്പിൽ കൊണ്ടുപോകൂ. ഷിപ്പ് കൊച്ചിന് കടൽ വലിയ ഇഷ്ടമല്ലേ? പപ്പ കൊണ്ടുപോകാം കേട്ടോ. ആ സെബാസ്റ്റിനോട് ഷെഡ് കാണാൻ ആരും വന്നിട്ടുണ്ട് കേട്ടോ. ആ വന്നോ? വൈകുന്നേരം വരാം. ഷെള്ളി ആ ചാവി കൂടി എടുത്തേക്കണേ. ആ കൊച്ചിരുന്ന് വരച്ചോട്ടോ. ഇത് മതിയാവും. ഒന്നേറെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ എന്തായിരുന്നു പരിപാടി? ഇത് എൻ്റെ ബിസിനസ്സായിട്ട് ബാംഗ്ലൂരായിരുന്നു സ്കൂൾ. എന്നാ പരിപാടി തുടങ്ങാനാ? തൈക്കോണ്ടോ? അത് കൊള്ളാം. മോൾക്ക് ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റാ. അവൾക്കും പഠിക്കാലോ. ഓ ആയിക്കോട്ടെ. ഇത് അധികം പഴക്കമൊന്നുമില്ല, കറണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹലോ, പണിയൊക്കെ എങ്ങനെ പോകുന്നു? ആ പണിയൊക്കെ നടക്കുന്നു. എൻക്വയറി ഒക്കെ ഉണ്ടോ? എബ്രഹാം നമസ്കാരം ചേട്ടാ. രാവിലെ പണിക്കാർ വരുമ്പോൾ ചാവി ഒന്ന് കൊടുത്തേക്കാവോ? പണി കഴിഞ്ഞില്ലല്ലേ? ഇല്ല, 2 ദിവസം കൂടെ ഉണ്ട്. ശരി, കാണാം. അതെ, എനിക്ക് നാളെ രാവിലെ എനിക്ക് സ്പൈസസ് ബോഡി ചാവി നീണ്ടെന്ന് വെച്ചോ. അവരെ വെയിറ്റ് ചെയ്യണ്ട. കൈക്കൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാനും വേണ്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. കാശിന് കാശ് തന്നെ വേണം. അതെങ്ങനാ മിടുക്കന്മാരെ നിങ്ങളുടെ കയ്യിലിരുന്ന് കൂടെ കൊണ്ടുപോയില്ലേ? ബിസിനസ് ആവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും എൻ്റെ ഷെർലി. നിങ്ങൾക്ക് എടുത്തു തന്ന ലോണേ ഇപ്പൊ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത് അറിയാം നിങ്ങൾക്ക്? നിനക്കൊരു ചെക്കനായി ജനിച്ചാ പറയണ്ട, ഒരാണെങ്കിലും ഉണ്ടായിരുന്നു. ഷെർലി, അമ്മച്ചിക്ക് എന്നാ? ആദ്യത്തെ കുറച്ച് നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൈ രണ്ടും മുകളിലോട്ട് ഉയർത്തി 1 2 3 ഗോ. വെരി ഗുഡ്. 1 2 3 ഗോ. 1 1 2 3
3. Hey. Kapil. No. Yes. Very good. Continue. ഇന്നത്തെ കഴിയാറായോ? ആ ഏകദേശം ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകും. സാറ് നല്ല ടാലൻ്റ് ഉള്ള ഞാൻ കുട്ടിയാണ്. അങ്ങോട്ട് വരുമായിരുന്നല്ലോ അമ്മ. അതിനെന്താ? That's good. Keep going. Ready. 1, 2. അയാളുടെ ഉദ്ദേശം ശരിയല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തൈക്കോണ്ടോ ക്ലാസ്സുകൾ നിർത്തി. അമ്മയുടെ ശരീരക്കൊപ്പമായിരുന്നു വീട്. വീട്ടിലെ അവസ്ഥ മടുത്തപ്പോൾ ഒരു ക്രിസ്മസ് രാത്രി പപ്പ വീട് വിട്ടുപോയി. പപ്പയ്ക്ക് പഴയ എസ്റ്റേറ്റിലൊരു ജോലി ശരിയായി. അവിടെ പപ്പ ശരിക്കും ഹാപ്പി ആയിരുന്നു. വീട്ടിൽ കിട്ടാത്ത സ്നേഹവും പരിഗണനയും പപ്പയ്ക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പപ്പ വിളിച്ചത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഒറ്റക്കായ അവസ്ഥ ഓവർകം ചെയ്യാൻ വേണ്ടി പപ്പ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പപ്പയുടെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ ഒരുപാട് വാശി പിടിച്ചിരുന്നു. കുറേ പേരുള്ള ഒരു കുടിസുമുറിൽ ജീവിക്കുന്ന പപ്പ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടാനുള്ള ചുറ്റുപാടല്ലാന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി. എന്നെ ഇട്ടിട്ട് പോയ പപ്പയോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു. പപ്പയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ പപ്പ ഇത് ശരിയായിരിക്കും, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ് പപ്പ എപ്പോഴും പറയാറ്. കൂടുതൽ വിളച്ചിലെടുക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. നിനക്ക് എന്തിന്റെ ബുദ്ധി കുഴപ്പടിയോ? എന്നെ കെട്ടിക്കാനെന്ന് പറഞ്ഞ മമ്മ വെച്ചിരുന്ന സ്വർണ്ണം എടുത്ത് അന്നിറങ്ങിയതാ.